പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിങ് പ്ലസ് സെയിൽ. അൺബോക്സിങ് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നേരെ സെയിലിനുള്ള പ്ലാൻസ് കാണാം. ഞാനും സ്ഥിരമായിട്ട് ഓൺലൈനിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ച കൂട്ടത്തിൽ ഇമ്മണി വലിയൊരു ബോക്സ് ഇതാണെന്ന് തോന്നുന്നു. കണ്ട കുർത്തപ്പിന്നാറ് പോലെ ഇരിക്കുന്നു. ഉയരം കൂടുമ്പോൾ ചായയുടെ രുചി കൂടുമെങ്കിൽ ഉയരം കൂടുമ്പോൾ ചെടിയുടെ വലിപ്പവും കൂടും. ഇത് നമ്മൾ വാങ്ങിച്ചത് രജനി സുജിത്ത് എന്ന് പറഞ്ഞ പ്ലാൻ സെല്ലറിൻ്റെ കേട്ടോ. നല്ല അടിപൊളി പാക്കിങ്. കത്രികയ്ക്ക് അത്ര അങ്ങോട്ട് മൂർച്ച പോരാ കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഇതുപോലെ ആരെങ്കിലും കഷ്ടപ്പെട്ടിരുന്ന് വെട്ടുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് സ്ഥിരമായിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ. കത്രികയ്ക്ക് മൂർച്ചയില്ലെങ്കിൽ എന്ത് നാക്കിന് നല്ല മൂർച്ചയാണല്ലോ, അത് ഉപയോഗിച്ച് അങ്ങോട്ട് വെട്ട്. ഒരു ഗ്യാപ്പിന് ശേഷമായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ വീഡിയോ ഇട്ടതേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനത് വിട്ടുപോയി. ഒന്നുമില്ല, വേറൊന്നുമല്ല, നമ്മളെപ്പോഴും ഒരു നിലവിളി ശബ്ദം ഇടുമല്ലോ, ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ. അത് അതിനകത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ലൈക്ക് കുറവായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് ഞാൻ പറയുക കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കരയുന്ന കുഞ്ഞിനെ പാലുള്ള എനിക്കറിയാം. ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ലൈക്കിന് പ്രാധാന്യമുണ്ട്. ലൈക്ക് ഇട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് അണ്ണൻ പലരിലും റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും എല്ലാവരും കിടന്ന് നിലവിളിക്കുന്നത്, ഒന്ന് ലൈക്ക് ചെയ്യണേ എന്ന് കേട്ടോ. ലൈക്ക് ചെയ്യണേ. നല്ല വലിയ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ എന്തുവാണെന്ന് തോന്നുന്നു, ഊഹിക്കാവോ? കലേഡിയം. അതാണ് ഇത്രയും വലിയ ബോക്സ് വന്നത്. എല്ലാം നല്ല വലിയ പ്ലാന്റായിരുന്നു കേട്ടോ. എനിക്ക് കലേഡിയം, ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. എനിക്ക് കലേഡിയം മുമ്പ് ഇഷ്ടമല്ലായിരുന്നു വെച്ചാൽ എനിക്ക് ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇഷ്ടമല്ലായിരുന്നു എന്തെന്ന് അറിയാമോ, നമ്മുടെ അയ്യത്തൊക്കെ സ്ഥിരമായിട്ട് 2-3 കലേഡിയം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണും. എപ്പോഴും അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എല്ലാ കലേഡിയം കാണും. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര അങ്ങോട്ട് ഇതില്ലായിരുന്നു. പക്ഷേ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ പിക്കൊക്കെ കണ്ടതിന് ശേഷം ഈ കൂടുതലും ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട്. അപ്പോൾ അതൊക്കെ കണ്ട് ഒരുപാട് അങ്ങ് ഇഷ്ടമായി കലേഡിയത്തോട്. അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുമല്ലോ. അത് ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ചതായിരുന്നു, ഈ രജനിയുടെ തന്നെ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ അന്ന് നമ്മളിപ്പം ഒരു ഗ്യാപ്പ് വന്നില്ലേ, ഒരു മാസം ഒരു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് അതങ്ങനെ അങ്ങ് നന്നായിട്ട് പിടിച്ചു കിട്ടിയൊരു പ്ലാന്റായിരുന്നു, അത് പോയി. അങ്ങനെ പിന്നെ അതിൻ്റെ കട്ടിങ്സ് ഞാൻ വാങ്ങിച്ച്. കട്ടിങ്സിന് അത് 25 രൂപ. ഈ ഒരു കല്ലേടി 50 രൂപ, ഗ്രീനും പിങ്കും ചേർന്നത്. പിന്നെ ഇത് 100 രൂപ, പിങ്ക്, ഗ്രീന്, വൈറ്റ്. ഇതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ, നല്ല പാക്കിങ്ങും നല്ല ചെടിക്ക് നല്ല വലുപ്പവും, അതാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ ഇത് 150 രൂപ. ഇത് ഗ്രീന്, വൈറ്റ്, പിന്നെ റെഡ്. എനിക്ക് തോന്നുന്നു റെഡ് കുറച്ചുകൂടി വരുമായിരിക്കും കളറ്. പിന്നെ ഇതിൻ്റെ പേര് മിലിറ്ററി കലേഡിയം. ഇതും 150 രൂപ. ഇത് കാണിച്ചായിരുന്നു. ഇത് 50 രൂപ. ഇത് 50 രൂപ. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ, 50 രൂപ. നല്ല ഫ്രഷായിട്ടിരിപ്പുണ്ടല്ലേ. കണ്ടു കഴിഞ്ഞാലേ ഇപ്പം അങ്ങോട്ട് ചെടിച്ചട്ടിയിൽ നിന്ന് എടുത്ത മാതിരി ഇരിക്കുന്നു. അല്ലാതെ ഒരു ദിവസം ഫുള്ളും ഇടിയും കൊണ്ട് വന്നതാണെന്ന് തോന്നത്തതേ ഇല്ല. ഇനി നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് കാണാം. അപ്പം ആദ്യത്തെ ഒരു ബിഗോണിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. നമ്മൾ ബിഗോണിയയിൽ മണൽ നിർബന്ധമായി ഉൾപ്പെടുത്തണേ. ഇത് ഫിലോഡൻഡ്രൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. നമ്മൾ അയച്ചു തരുന്നത് ഇതായിരിക്കും, 10 റുപ്പീസ്. അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഔഷധമായിട്ടും അലങ്കാരത്തിനും വളർത്താവുന്ന ഒരു ചെടി. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മുറുകൊട്ടി അഥവാ മുറികൂട്ടി അങ്ങനെയൊക്കെ പറയും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അടുത്തതെന്ന് പറയുന്നത് മിനിയേച്ചർ റോസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. ഈ ഒരു കളറാണ്. ഇത് റെഡ് ആണോ എന്ന് ചോദിച്ചാൽ റെഡ് അല്ല, റെഡല്ല, ഒരു ഡാർക്ക് ചെങ്കല്ല് പോലത്തെ കളർ. ഇതിൻ്റെ പ്രൈസ് 60 റുപ്പീസ്. അടുത്തതെന്ന് പറയുന്നത് സിഫീഡിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇതിലൊരു വെള്ളപ്പൂ പിടിക്കും. ഇത് കോഴിവാലൻ ചെടി, 10 രൂപ. ഇത് അരളി, വൈറ്റ് ഫ്ലവർ പിടിക്കുന്ന അരളി, 60 റുപ്പീസ്. ഇത് അലോക്കേഷ്യ, എലിഫൻറ്റ് ഇയർ എന്നൊക്കെ പറയും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. നമ്മളിത് 100 റുപ്പീസിന് ഇതിൻ്റെ മദർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 25 റുപ്പീസിന് കൊടുത്തിട്ടുണ്ട്, 40 റുപ്പീസിന് കൊടുത്തിട്ടുണ്ട്. ഇത് 40 റുപ്പീസ്. ചെടിയുടെ വലുപ്പം അനുസരിച്ചാണ് വിലയ്ക്ക് വ്യത്യാസം വരുന്നത്. അടുത്തെന്ന് പറയുന്നത് സമ്മർ സ്നോ വൈറ്റ്, 60 റുപ്പീസ്. അടുത്തത് ഈ ഒരു കണ്ണാടി ചെടി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇതെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം തന്നെ റൂട്ടഡ് ആണേ. അത് 5 രൂപയായാലും 10 രൂപയായാലും എല്ലാത്തിലും റൂട്ട് കാണും. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ, അതായത് അരളിയും റോസും ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെ ചെടി തന്നെയാണ്. അപ്പോൾ ഇത് 10 രൂപ. അടുത്തതെന്ന് പറയുന്നത് ഹാങ്ങിങ് ബിഗോണിയ. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തിടാം.
അടുത്തത് എപ്പീഷ്യ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. പിങ്ക് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. ഇത് സ്പൈഡർ പ്ലാന്റ് അല്ല കേട്ടോ, ഇത് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാവേ. 15 റുപ്പീസ്. അടുത്തെന്ന് പറയുന്നത് പൊട്ടറ്റോ വൈൻ ഗ്രീൻ, 10 റുപ്പീസ്. അടുത്തത് യുജീനിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണേ. അടുത്തത് കലേഡിയം, 10 റുപ്പീസ്. അടുത്തത് ടാങ്കിൾഡ് ഹാർട്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 റുപ്പീസ്. ഇതിലൊക്കെ റൂട്ടുണ്ട്, എല്ലാം റൂട്ടഡാണ്. അടുത്തത് പിങ്ക് ലേഡി, 5 റുപ്പീസ്. ഇത് സിങ്കോണിയം, 20 റുപ്പീസ്. അടുത്തത് ഒരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇത് നാടൻ വിങ്കാ റോസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇത് പെഡിലാന്തസ് ഗ്രീന്, 10 റുപ്പീസ്. അടുത്തത് ബിഗോണിയ. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. അടുത്തത് ഒരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. ഇത് പർപ്പിൾ ഹാർട്ട്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും നിലത്തും ഒക്കെ വളർത്താം. അടുത്തത് ഫിലോഡ്രൻഡൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. അടുത്തത് കലേഡിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. അടുത്തത് പൊട്ടറ്റോ വൈൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അടുത്തത് ബ്ലഡ് ലീഫ്. ഇതിൻ്റെ പ്രൈസും 10 റുപ്പീസ്. അടുത്ത സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് 20 റുപ്പീസ്. ഇതിങ്ങനെ നീളത്തിൽ വളരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്, ചെറുതല്ല. ഇത് അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. അടുത്തത് മോൺസ്റ്ററ അഥവാ ബ്രോക്കൺ ഹാർട്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. അടുത്തത് എൻജോയ് പോത്തോസ്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. അടുത്തത് ഈ ഒരു ടൈപ്പ് ചെടി. ഈ ഒരു ടൈപ്പ് ചെടി 20 രൂപ ഒരു തൈ. പിന്നെയെന്ന് പറയുന്നത് കലേഡിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. അടുത്ത കാരിക്കച്ച്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. റൂട്ടഡാണ്. അടുത്തത് ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 റുപ്പീസ്. അടുത്തത് ഫിലോഡ്രാൻഡൻ. ഫിലോഡ്രാൻഡൻ നമുക്ക് ചെറുതാണേ ഉള്ളത്. ഇതല്ല, ഇത് മമ്മി പ്ലാന്റ്. മമ്മിയെ നമ്മൾ തരത്തില്ല. ഇതാണ്ടേ കുഞ്ഞു പ്ലാന്റ്. വെയിൽ കണ്ട, 40 റുപ്പീസ്. ഇതിൻ്റെ പ്രൈസ്. വൈറ്റ് വരയൊന്നും വന്നിട്ടില്ലേ. ഇത് റിയോ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് നമുക്ക് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ മഴയത്ത് നിന്ന് മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ പ്ലാന്റ്സ് എല്ലാം ചീത്തയായി പോകും. എനിക്ക് കുറച്ച് ചീത്തയായി പോയായിരുന്നു മഴ നല്ലതുപോലെ കൊണ്ടിട്ട്. ഇത് പ്രൈസ് 20 റുപ്പീസ്. 10 മണി കട്ടിങ്സ് 5 രൂപ. അടുത്തത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസും 5 റുപ്പീസ്. ഇത് സ്ലീപ്പിംഗ് പോട്ടേഴ്സ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. പയ്യെ വളരത്തുള്ളൂ. ഇതിൻ്റെ വളർച്ച കുറവാണ്, സ്പീഡ് കുറവാണ്. അടുത്തത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. നമ്മൾ അയച്ചു തരുന്നത് ഇതാണ്, 20 റുപ്പീസ്. അടുത്തത് ബേബി ടിയേഴ്സ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 റുപ്പീസ്. ഇതിലെല്ലാം തന്നെ റൂട്ടഡാണ്, ഇതിലെല്ലാം തന്നെ റൂട്ടുണ്ട്. അടുത്ത സ്നേക്ക് പ്ലാന്റ് മിനിയേച്ചർ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇത് നമ്മൾ കാണിച്ചായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. പ്ലാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നത്. അപ്പം ഏതെങ്കിലും പ്ലാൻസ് ഇതിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്ന. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. കേരളത്തിനകത്ത് CC 70 രൂപയാണ്. നമ്മളിത് കൊല്ലത്തു നിന്നാണ് അയക്കുന്നത്. അപ്പം അടുത്തുള്ള ജില്ലകളിലെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടും. പിന്നെ ദൂരോട്ടുള്ള കാസർഗോഡ്, വയനാടൊക്കെ 2 ദിവസമൊക്കെ എടുക്കും. പിന്നെന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ എപ്പോഴും പറയുന്നതൊക്കെ തന്നെ അതൊക്കെ തന്നെ. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പം ഞാൻ പോകുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ.